ഹലോ, എല്ലാവർക്കും നമസ്കാരം. സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത, ഇത് അമ്മയുടെ പേര് രാധ. ഞങ്ങളിന്ന് ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അതിൻ്റെ പേര് എന്താ അമ്മ പേര്? ചോറ് കൊണ്ടൊരു വട അല്ലേ? ചോറ് വട എന്ന് ഞങ്ങൾ അതിന് പേരിട്ടിരിക്കുകയാണ്. അമ്മ ഉണ്ടാക്കി തന്ന വടയാണ്, കഴിച്ചിട്ട് അടിപൊളിയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ചോറ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ചോറാണ് അതിൻ്റെ ഒരു മെയിൻ സംഭവം അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ 1 കപ്പ് ചോറ്, പിന്നെ 1 കപ്പ് മൈദ. ഇത് രണ്ടും ഓരോ കപ്പ് വീതമാണ്, ഈക്വൽ എമൗണ്ടാണ് എടുക്കേണ്ടത്. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ ഒരു അല്പം സോഡാപ്പൊടി അല്ല, ഒരു നുള്ളു സോഡാപ്പൊടി ആവശ്യം വരുള്ളൂ. ഒരു നുള്ള 2 നുള്ള സോഡാപ്പൊടി ആവശ്യമുള്ളതുകൊണ്ട് സോഡാപ്പൊടി കുറച്ച് മതി. പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഞങ്ങളൊരു 2 ചെറിയ പച്ചമുളക് എടുത്തിരിക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ പച്ചമുളക് എടുക്കാം. പിന്നെ സവാള, ഒരു അര സവാളയാണ് ഇത് എടുത്തിരിക്കുന്നത്, അത് ചെറുതായിട്ട് അരിഞ്ഞു. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, വെള്ളം, പിന്നെ ഇവിടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കായപ്പൊടി, ജീരകപ്പൊടി, പിന്നെ ഉപ്പ്, വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ചോറ് നമുക്കൊന്ന് അരച്ചെടുക്കണം. ചോറ് നല്ല പോലെ അരയണം. നല്ലപോലെ ചോറ് അരയണം. പിന്നെ തരി പാടില്ല, ഒട്ടും തരി പാടില്ല. നന്നായിട്ട് ചോറ് അരയണം അല്ലേ? ഇനിയിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ 1/2 കപ്പ് വെള്ളം ഒഴിക്കാൻ പോകുന്നത്. ചോറ് അരയാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് അരയ്ക്കുന്നത് കേട്ടോ, അല്ല വെള്ളമാണ് ഇടുന്നത്. ഇനിയിപ്പോൾ അത് ചോറ് അരച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ ചോറ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചോറ് ദേ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഇതിലേക്ക് ഒഴിക്കാം അല്ലേ? ചോറ് ഇതിലേക്ക് ഒഴിക്കാം. അത്യാവശ്യം വലുപ്പമുള്ളൊരു ബൗൾ എടുക്കുക, കാരണം ഇത് മിക്സ് ചെയ്യാനുള്ളതാണ്. ബാക്കി എല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാനുള്ളതാണ്. ഇനി മൈദ ഇതിലേക്ക് ചേർക്കാം അല്ലേ? 1 കപ്പ് മൈദയാണ്. മൈദ ഇതിട്ടോളൂ. ഈ പൊടി ഇടും. അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഒരു തരിതരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ? വറക്കുമ്പോൾ നല്ലൊരു മുരുമുരാന്ന് വരാൻ വേണ്ടിയിട്ട്, ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് തൈരാണ്. തൈര് 2 ടേബിൾ സ്പൂൺ തൈരുണ്ട്. സവാള, കറിവേപ്പില മുറിച്ചിടണം അല്ലേ? ഇനി കുറച്ച് കായപ്പൊടി കുറച്ചിങ്ങനെ വിതറിയിട്ടാൽ പോരെ? ഒരു 1/4 ടീസ്പൂൺ അല്ലേ? കുറച്ച് മതി. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഇങ്ങനെ ഒരു കായപ്പൊടി ടേസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂൺ മതിയാവും അല്ലേ? ജീരകപ്പൊടി കുറച്ച് മതി. ഇത് ചെറിയ ഒരു മണം. അതെ. ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് അല്ലേ? ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, മതിയാവും അല്ലേ? ഇനി സോഡാപ്പൊടി കുറച്ച് ചേർത്തോളൂ. അതൊരു പിച്ച് മതി, ഒരു നുള്ളു മതി. അയ്യോ, കാരണം ചോറുള്ളതുകൊണ്ട് ഇത് കുറച്ച് മതി. ഒരു നുള്ളു സോഡാപ്പൊടി ചേർത്തു. ഇനി ബാക്കി വെള്ളം കൂടെ ചേർക്കണമെങ്കിൽ അല്ലേ? അല്ല, ഇത് കുഴച്ച് നോക്കിയിട്ട് ആവശ്യം അനുസരിച്ച് വെള്ളം എടുക്കാൻ മതി. എന്തായാലും വെള്ളം ഒഴിക്കേണ്ടി വരും. വെള്ളം ഒഴിച്ചു. കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട് അല്ലേ? വെള്ളം വേണം. അതായത് 1 കപ്പ് വെള്ളം തന്നെ. 1 കപ്പ് വെള്ളം കറക്റ്റാണ്. 1 കപ്പ് ചോറ്, 1 കപ്പ് മൈദ, 1 കപ്പ് വെള്ളം. കറക്റ്റ്, എല്ലാം ഒരു കണക്ക്. ഇതിപ്പോ നല്ല അതുപോലെ അതാണ് അതിന്റെ കോരി ഒഴിക്കാൻ പറ്റുന്ന അല്ലേ? എണ്ണയിലേക്ക് കോരി ഒഴിക്കാൻ പറ്റുന്ന പരുവത്തിലായിരിക്കും. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് വെക്കുക. ഇതിപ്പോൾ 10 മിനിറ്റ് ഇരുന്നതിന് ശേഷം എടുത്തതാണ്. ഇതിപ്പോൾ നമുക്ക് വറുക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കാം. പോരെ?
ഇട്ട് മുക്കി പൊരിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല എണ്ണ വേണം. ഇനി അത് എണ്ണ നന്നായിട്ട് ചൂടാവണം. നന്നായിട്ട് ഒഴിച്ചാൽ അതിങ്ങനെ പൊന്തി വരുള്ളൂ. ഓക്കെ, അപ്പം നന്നായിട്ട് ചൂടാവട്ടെ. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടിട്ട് ഇപ്പം നമ്മൾ ഓരോ സ്പൂണായിട്ട് കോരി ഒഴിക്കുകയാണ്, ചെറിയ ചെറിയ സൈസിൽ. അല്ലേ, ഒരു സൈഡ് നല്ലതായിട്ട് മുരിഞ്ഞു വന്നു, നല്ല പൊങ്ങി നല്ല കുമ്പള പോലെ ആയിട്ടുണ്ട് അല്ലേ. കുറച്ച് വെച്ചിട്ടുണ്ട്, ഇത്ര കുറച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ബോള് പോലെ അതിൻ്റെ സൈഡെല്ലാം നല്ല മുരിഞ്ഞ് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി അല്ലേ. അങ്ങനെ എടുക്കാമല്ലോ. ഓരോന്നും എടുക്കാം അല്ലേ. കണ്ട ഇപ്പം നല്ല നല്ല മുരിഞ്ഞ് നല്ല ബോള് പോലെ ആയി, നല്ല കരികരാന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇടാം. ഇത് ഒഴിച്ചു കഴിഞ്ഞ് തീ കുറച്ച് കുറയ്ക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിൻ്റെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഉള്ളിൽ വേഗമില്ല. കുറച്ച് തീ കുറച്ച് വയ്ക്കുക. കുറച്ച് മതി അല്ലേ, മതി. അപ്പം പെട്ടെന്ന് വേഗം അത്രയും മതി. ഒരുപാട് വേവൊന്നും ഇല്ല, പെട്ടെന്ന് വേവും. അടിപൊളി ക്രിസ്പി ചോറ് വട ഇതാ റെഡിയായിരിക്കുകയാണ്. നല്ല അടിപൊളി നല്ല കിരികിരാന്നിരിക്കുന്ന കണ്ടോ, നല്ല നല്ല മുരിഞ്ഞത് പൊടിച്ചിങ്ങനെ എടുക്കാൻ പറ്റും. നല്ല ചുട്ടരച്ച ചമ്മന്തികൾ മുക്കി ഇങ്ങനെ കഴിച്ചാലുണ്ടല്ലോ സൂപ്പറായിരിക്കും. അപ്പോൾ നമുക്ക് ഇച്ചിരി ചുട്ടരച്ച ചമ്മന്തിയും കൂടി ഉണ്ടാക്കാം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, മുളക്, നമ്മുടെ വറ്റൽമുളക്, അത് നമ്മൾ ഗ്യാസിൽ ചുടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഉപ്പ്, കുറച്ച് ഉള്ളി, തേങ്ങ, അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടെ, പിന്നെ അരയ്ക്കാനായിട്ട് വേണ്ട വെള്ളം, ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അരക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ആദ്യം തന്നെ മുളക് ഒന്ന് ചുട്ടെടുക്കട്ടെ. മുളക് ഇത്തിരി എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർ കൂടുതൽ മുളക് എടുത്തോളൂ കേട്ടോ. ഇതിപ്പോൾ 4 മുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിങ്ങനെ കുറേ നേരം വെച്ചോണ്ടിരുന്നത് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് പാകം വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ച് വന്നിട്ട് ഇനി ഇത് ഓഫ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് ഇതിലേക്ക് ഇടാം അല്ലേ, മിക്സിലേക്ക് ഇടാം. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, അതിട്ടു. തേങ്ങ, ഒരു പച്ചമുളകും കൂടെ ഉണ്ടല്ലേ. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ വേണ്ട കുറച്ച് വെള്ളം മതി. കുറച്ച് വെള്ളം, ചാറ് വേണ്ട, കുറച്ച് വെള്ളം. ഇത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അരച്ച് എടുത്തുകൊണ്ട് വരിക. ചമ്മന്തിക്കുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് കുറച്ച് കടുക് വറുത്തും കൂടെ ചേർക്കാം. അപ്പോൾ ചെറുതായിട്ട് കടുക് വറുത്ത് ചേർത്തിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒത്തിരി ലൂസാക്കി എടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള വട ഇങ്ങനെ മുക്കി തിന്നാനായിട്ടൊരു രസം ഉണ്ടാവുള്ളൂ. കടുക് വറുക്കാനുള്ള ചട്ടിയാണ്. അതിലേക്ക് ഞങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ, അതില്ല അത് മതി, എണ്ണ ഒഴിച്ചു. ഇതിലേക്ക് കടുക് ഇടാൻ പോവാണ്. ഒരു 1/2 ടീസ്പൂൺ കടുക്. ഉള്ളി നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ മുളകും പിന്നെ കറിവേപ്പിലയും കൂടെ ഇടണം. കുറച്ചിട്ട് കഴിഞ്ഞ് നമുക്ക് തേങ്ങ ഇതിലേക്ക് ചേർക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർക്കാം അല്ലേ. കുറച്ച്
ഓഫ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടെ വേണം. ഇത് സക്കലം കൂടി ഒഴിക്കണം. സ്വല്പം കൂടി ഒഴിക്കാം. ഉപ്പ് വേണമെങ്കിൽ ഇത്തിരി ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ചിടാം. ഇത്തിരി ഉപ്പ് ചേർത്തേക്കാം. ഇപ്പോൾ ഒരു അടിപൊളി ചമ്മന്തിയാണ്. ചമ്മന്തി നമ്മൾ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റണം. നമ്മുടെ വട ഒരെണ്ണം എടുത്തിട്ട് ഒട്ടിച്ചിട്ട് കണ്ടോ, പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ്. കണ്ടോ, ഇതിങ്ങനെ ചമ്മന്തിയിൽ ഇങ്ങനെ മുക്കിയിട്ട് കഴിച്ചു നോക്കൂ. അടിപൊളി അടിപൊളിയായിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റ്. ആ ചമ്മന്തിയിലും കൂടെ മുക്കിയപ്പോഴത്തേക്കും ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി സ്നാക്കാണ്. ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ചോറും നമ്മുടെ വീട്ടിലുള്ള സാധാരണ സംഭവങ്ങളൊക്കെ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അത് വെച്ചിട്ട് 5 മിനിറ്റ് കൊണ്ട്, 5 മിനിറ്റ് പോരല്ലേ, 10 മിനിറ്റ്, കുറച്ച് നേരം 10 മിനിറ്റ് വെക്കണമല്ലോ. അടിപൊളിയായിട്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ ഒരു പ്രത്യേക കാര്യം കൂടി പറയാനുള്ളത്, എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റി സിമ്പിൾ റെസിപ്പീസ് എന്നാക്കി. ഇതൊക്കെയാണ് കാരണം സിമ്പിൾ റെസിപ്പീസാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് പഴയ പേര് മാറ്റിയിട്ട് സിമ്പിൾ റെസിപ്പീസ് എന്ന പേരാക്കിയത്. അപ്പോൾ വീട്ടിൽ ചോറ് എന്തായാലും എല്ലാവരുടെയും വീട്ടിൽ ചോറുണ്ടാവും. ഈ പറയുന്ന ഉള്ളി, മുളക് സാധനങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. ഇതുപോലുള്ള റെസിപ്പികളുമായിട്ട് ഞങ്ങൾ ഇനി വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ സിമ്പിൾ റെസിപ്പീസ് എന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾ ഷെയർ ചെയ്യുക, ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.